ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട്, വീട്ടിലെ പാചകങ്ങളുമുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളുന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഇവിടെ 3 കളറ് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് കൃഷി ഭവനിൽ നിന്നും തൈ കിട്ടിയതിൽ ഒരെണ്ണം പിടിച്ച് കിട്ടിയതാണ്. അപ്പോൾ അതും ഒരെണ്ണം ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് അതിൻ്റെ പേര് പിടിച്ച് പോയേക്കണത് നോക്കിയേ. കോൺക്രീറ്റ് കാരുമ്പോൾ അത് പിടിച്ച് പോവുള്ളൂ, അല്ലാതെ ഞങ്ങൾ പല വഴിയും നോക്കി അതിനെ പിടിപ്പിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കയറൂല. അങ്ങനെയായി പിന്നെ ഇതിട്ട് കഴിഞ്ഞ പിന്നെയാണ് അത് കയറിയത്. ഇത് അഭിയു ആണ്. അഭിയു പൂക്കാറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ പൂത്ത് കണ്ടില്ല. പൂത്തയില്ലെന്ന് നോക്കിയിട്ട് കാണാൻ പറ്റിയില്ല. ഇത് ചേമ്പൊക്കെ നട്ട് പൊതയിട്ടേക്കണതാണ്. ഇവിടെ കണ്ടമാനം പുല്ലൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു. പുല്ലിങ്ങനെ പെരുത്ത് വന്നുകൊണ്ടിരിക്കുക 2 മഴ പെയ്തപ്പോഴത്തേനും. അപ്പോൾ അത് കുറേ പറിച്ച് നീക്കിയിട്ടാണ് ഞാൻ പോകാമെന്നിരിക്കുന്നത്. വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് എഴുതി വന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ, പുല്ല് പുല്ലാണ് കേട്ടോ. തുടക്കത്തിലേ കാണുന്ന പുല്ല് പറിച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മധുരച്ചേമ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി അത് അടുത്ത ദിവസം പറിച്ച് അത് വേറൊരിടത്ത് നടണം. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പോയ സംഭവമാണത്. അത് കളയാൻ പറ്റില്ല. അത് നട്ട് പരിപാലിക്കണമെന്ന് കരുതിയിട്ടുണ്ട് ഞാൻ. കണ്ടില്ലേ പുല്ല് പെരുത്തിയിരിക്കുന്നത്. കുറേശ്ശെ ആണെങ്കിലും അത് അപ്പാപ്പ അങ്ങോട്ട് തീർത്ത് പോവാണെങ്കിൽ എളുപ്പമുണ്ടേ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കൊല്ലം വഴുതന നട്ടിരുന്നതാണ്. 2 കളറ് വഴുതനങ്ങ ഉണ്ടായിരുന്നു, വയലറ്റും പച്ച കളറും. ഇക്കൊല്ലം ഞാൻ ഇതിൻ്റെ വിത്ത് പാകിയിട്ടില്ല. ഞാനിതിൻ്റെ കൊമ്പൊടിച്ച് കുത്തിയും തൈ ഉണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ കരുതിയേക്കുക. ഇന്ന് വന്നിട്ട് പുല്ല് പറിച്ചിടം കാണാം. നാളേക്കെന്നും പറഞ്ഞ് ഇട്ടുകൊണ്ടിരുന്നാലേ കൂടി വന്നാൽ കാണുമ്പോൾ തന്നെ തലയ്ക്ക് ഭ്രാന്താവും. കേട്ടോ, അത്രയും ഭാഗം എങ്കിൽ അത്രയും ഭാഗം ക്ലീനാക്കി പുല്ലവിടെ കൂട്ടിയിട്ടേക്കുക. ഇനിയിപ്പോൾ ഉണ്ടോ പുല്ലിണ കൂട്ടിയിട്ടാണ് ഇവിടെയൊക്കെ പറിച്ചതാണ്. അവിടെയൊക്കെ പറിച്ചു, ഇവിടെയൊക്കെ പറിച്ചതാണ്. ഉണ്ടോ, ഇനിയും പറിക്കാനുള്ളിടം. ഇത് കഴിഞ്ഞാലും നട്ടത് പോയില്ല. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം നട്ടതാട്ടോ. ഇനി പോവില്ല. മധുരച്ചേമ്പാണിത്. ഇത് 2-3 കടയുണ്ട്. അത് പറിച്ച് ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് പാചകം കാണാം. തീ പൂട്ടി വെള്ളം അടുപ്പത്ത് വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ തീ പൂട്ടാനായിട്ടുള്ള സാധനമാണ്, തീ പിടിപ്പിക്കാനുള്ള സാധനമാണ് ഇത്. ഇതിനെ വള്ളിപ്പാല്, ഒട്ടുപാല് എന്നൊക്കെ പറയും. അങ്കിൾ റബ്ബർ വെട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഇതിൽ തീ പിടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ വേഗം വിറകിലേക്ക് കത്ത് പിടിക്കും. അപ്പോൾ ഞാനിത് കത്തിച്ച് കാണിച്ചു തരാം. ഇത്രയൊന്നും ഞാൻ എടുക്കുന്നില്ല, ഇത് കുറച്ച് എടുക്കുന്നുള്ളൂ.
വിറകിയിൽ കത്തിരിച്ചതില്ല. ഇതിന് നല്ല വിലയുള്ള സാധനം. പങ്കിൾ ഇന്നലെ ഇവിടെ നനഞ്ഞതാണ്, അതുകൊണ്ട് ഇത്തിരി താമസം ഉണ്ടാവും. നോക്കാം. ഇത് വെക്കാൻ പോവുക. വെള്ളം ചൂടായി അരി കഴുകി എടുത്ത് വെച്ചിരിക്കുന്നത് ഇടാൻ പോവുകയാണ്. അരി അവിടെ കിടന്ന് തിളക്കട്ടെ. അരി വേവായിട്ടുണ്ട്. ഇനി അത് ഇറക്കി മാറ്റി വെച്ചിട്ട് ചെറുപയർ അടപ്പത്തിടാമാണ്. ചെറുപയർ വേവായി. അതും മാറ്റി വെച്ചിട്ട് പപ്പടം കാച്ചു. പാത്രം അടപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. അല്പം കൂടി ഒഴിക്കുകയാണ്. ചൂടായിട്ടുണ്ട്. ഇനി കാച്ചിയെടുക്കാം. പുട്ട് ചുട്ടിട്ടുണ്ട്. പുട്ടിന് തിന്നാനും പുട്ടിൻ്റെ കൂടെ പപ്പടം കൂട്ടി കഴിക്കാനും ചെറുപയറും കൂട്ടി കഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. പപ്പടം കുറച്ച് കാച്ചുണ്ട്. അത് ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഉച്ചക്കലത്തേക്കും കരുതിയാണ് കാച്ചിയെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 നേരത്തേക്കും കൂടിയാകുമ്പോൾ ചെറുപയർ ഒരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വെള്ളുള്ളി ഇട്ടു. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത് മൂത്ത് വന്നു കഴിയുമ്പോൾ ചെറുപയർ, തേങ്ങ ഇട്ട് അതിൻ്റെ ഒരു പച്ചരുചി മാറി വരുന്നത് വരെ ആക്കിയിട്ട് ചെറുപയർ ഇടുന്നു. അത് ഇളക്കി യോജിപ്പിച്ച് അടപ്പത്തുനിന്ന് മാറ്റാം. പയർ വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു. 2 കണ പുട്ട് ഉണ്ടാക്കി. ഇനിയും കഴിക്കട്ടെ കേട്ടോ. പുട്ട്, പപ്പടം, ചെറുപയറൊട്ടി. ഉച്ചയ്ക്ക് കഞ്ഞിക്ക് പയറുവർത്തിയതും പപ്പടവും അച്ചാറ്, മാങ്ങ ഉപ്പിലിട്ടത് കൂട്ടിയിട്ടാണ് അങ്കിള് കഞ്ഞി കഴിക്കുന്നത്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.